ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് 1 കപ്പ് അരിപ്പൊടി, ഫൈൻ അരിപ്പൊടിയാണ് ചേർക്കണേ. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കറുത്ത എള്ള്, 1/4 ടീസ്പൂൺ അരിമോദകം കയ്യിലൊന്ന് തിരുമ്പിയിട്ട് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാൻ. ഈ പാകത്തിനാട്ട മിക്സ് ചെയ്തേക്കണേ. അല്ലാണ്ട് കട്ടിയിലും അല്ല എന്നാൽ ലൂസിലും അല്ല, ആ പാകത്തിന് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യും. ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, പക്ഷെ നമ്മളിപ്പോൾ സൈഡ് ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ദോശ റെഡിയാക്കാം. 4 തക്കാളി എടുത്ത് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് കുക്കറിൽ ഇട്ട് കൊടുക്കാം. 5-6 വെളുത്തുള്ളി, 10-20 ചെറിയ ഉള്ളി, കുറച്ച് വേപ്പില, 3 പച്ചമുളക്, 1 ഉരുളക്കിഴങ്ങ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. പച്ചമുളക് ചേർത്തുണ്ട്, അതനുസരിച്ച് മുളക് പൊടി ചേർത്തോളൂ. കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് 3 വിസിൽ ഇട്ടെടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 3 വിസിൽ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കുറച്ച് വെള്ളം മാറ്റിയിട്ട് ഇതൊക്കെ ഒന്ന് കുത്തി ഉടയ്ക്കാം. എല്ലാം നല്ലോണം കുത്തി ഉടച്ചെടുത്തു. ഇനി നമ്മൾ ഊറ്റിയെടുത്ത ആ വെള്ളം ഇതിലേക്ക് തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളച്ചോട്ടെ. നിങ്ങൾക്ക് എന്തോരം വെള്ളം വേണോ അതനുസരിച്ച് വെള്ളം കൂട്ടിക്കോളൂ. ഇനി വേണമെങ്കിൽ കൂട്ടാൻ നല്ലോണം തിളച്ചുവിട്ടാൽ മല്ലിയില ഇട്ടിട്ട് നമുക്ക് വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കായപ്പൊടി, 2 ചുവന്ന മുളക്, കുറച്ച് വേപ്പില. ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂട്ടാണ്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ദോശ റെഡിയാക്കാം. ഞാൻ ഇലയിലാണ് പരത്തി എടുക്കണേ. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ദോശക്കല്ലിൽ വേണമെങ്കിലും പരത്തി എടുക്കാം കേട്ടോ. അതിൽ കുറച്ച് വെള്ളം തൊട്ട് പരത്തിയാൽ മതി. ഒരെണ്ണം പരത്തിയെടുത്തു. കല്ലിൽ കുറച്ച് എണ്ണ തൊട്ട് പരത്താം. ഒന്ന് ആയി വന്നതിൻ്റെ ശേഷം ഇല മാറ്റിയാൽ മതി. ഇല മാറ്റാം. ഒരു ഭാഗം ഒന്ന് ആവട്ടെ കേട്ടോ. അതിന് ശേഷം മറിച്ചിട്ടിട്ട് അടിഭാഗം കൂടി റെഡിയാക്കി എടുക്കണം. ഒരെണ്ണ റെഡിയായി, നമുക്ക് തവയിൽ നിന്ന് മാറ്റാം. എല്ലാം നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. 2 ഉരുളക്കിഴങ്ങ് മതിയിട്ടാ കിഡിലും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് നല്ല സ്വാദ് ഉണ്ടാവും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.